കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഒടുവിൽ ഷിരൂരിൽ നിന്ന് ആ നിർണായക വിവരം പുറത്തു വന്നിരിക്കുന്നു. അർജുന്റെ കാണാതായ ലോറി ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെടുത്തിരിക്കുകയാണ്. ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ വിനയ രാജ് നൽകും. വിനയ, ഇപ്പോൾ ഈ ലോറിയുടെ ക്യാബിൻ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലിബീഷ്, എന്തായാലും ഇപ്പോൾ കേരളത്തിന് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് നമുക്കറിയാം, ഏകദേശം 2 മാസത്തോളമായി ശിരൂരിൽ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അർജുനെ കാണാതായി 72 ദിവസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കേരളത്തിന് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത വരുന്നത്. അർജുന്റെ ലോറി കണ്ടെത്തി എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CP2 കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, 1 മാസത്തിലേറെയായി പല ഘട്ടങ്ങളിലായി തിരച്ചിൽ നടത്തിയിരുന്നു. ഇത് 3-ാം ഘട്ടമായിട്ടാണ് തിരച്ചിൽ നടത്തിയത്. ഈ 3-ാം ഘട്ടത്തിൽ ഇന്ന് 5-ാം ദിവസമാണ്. ഈ 5-ാം ദിവസത്തിലാണ് ഇത്തരത്തിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇത്തരത്തിൽ അർജുന്റെ ലോറി കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന വാർത്തയനുസരിച്ച്. കൂടാതെ തന്നെ അർജുന്റെ ലോറിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ലോറി ഉടമയായിട്ടുള്ള മനാഫും കൂടാതെ അർജുന്റെ സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിനും ഇത്തരത്തിൽ അത് അർജുന്റെ ലോറിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ലോറിയിൽ തന്നെ ഒരു മൃതദേഹം കുടുങ്ങിക്കിടക്കുന്നതായിട്ടും ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു മൃതദേഹം കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതനുസരിച്ച് ഈ ലോറി ഉടമ പറയുന്നത് അനുസരിച്ച് അത് അർജുനാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച്. എന്തായാലും ലോറി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ലോറി പുറത്തെടുക്കാനാകുമെന്ന് തന്നെയാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാം, ഏകദേശം 2 മാസത്തോളമായി ശിരൂരിൽ ഇത്തരത്തിലൊരു ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നു. അർജുനെ കണ്ടെത്താനായി കൂടുതൽ ദൗത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അർജുൻ ജീവനോടെ ഉണ്ടോ, അല്ലെങ്കിൽ അർജുൻ എന്ത് പറ്റി എന്നതടക്കം വലിയ ചോദ്യങ്ങൾ തന്നെയായിരുന്നു കേരളക്കര ഒന്നാകെ ഈ ചോദിച്ചു കൊണ്ടിരുന്നത്. അർജുൻ ജീവനോടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര ദിവസമായി അർജുനെ കാണാതായിട്ടും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള വിവരങ്ങളും അർജുനെ കുറിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ 2 മാസത്തിനകം തന്നെ പല ഘട്ടങ്ങളായി വലിയ രീതിയിലുള്ള തിരച്ചിലുകളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇത് 3-ാം ഘട്ടമായിട്ടായിരുന്നു ഈ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ തിരച്ചിലാണ് ഇപ്പോൾ 71-ാം ദിവസം അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ലോറിക്കുള്ളിൽ ഒരു മൃതദേഹമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ ലോറി ഉടമ പറയുന്നത് അനുസരിച്ച് ഇത് അർജുന്റെ മൃതദേഹമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അർജുന്റെ ലോറിയാണെന്ന് ഇപ്പോൾ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹം ഉടൻ തന്നെ പുറത്തെടുക്കാനാകുമെന്നാണ് പറയുന്നത്. ഉടൻ തന്നെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ലോറി പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോറി കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ലോറി പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ ലോറി പുറത്തെടുക്കാൻ പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും കേരളക്കരയ്ക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ടും ഈ പല ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ലോറിക്കുള്ളിലെ ക്യാബിനുള്ളിലാണ് ഇത്തരത്തിൽ മൃതദേഹം കുടുങ്ങിക്കിടക്കുന്നതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ കല്ലും മണ്ണും ഒഴുകി വന്നപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിൽ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്നതായിരിക്കും. അർജുന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്തായാലും ഇപ്പോൾ ശിരൂർ ദൗത്യം ഒരു അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ശിരൂർ ദൗത്യം ഒരു വിജയത്തിലേക്ക് മാറിയിരിക്കുക എന്നതാണ് പറയാൻ സാധിക്കുന്നത്. കാരണം ലോറി കണ്ടെത്തിയിരിക്കുന്നു. എന്നിരുന്നാൽ കൂടി നമുക്ക് എടുത്തു പറയേണ്ടത് ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അർജുന്റെ ഒരു മൃതദേഹം അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എന്നാൽ അത് അർജുന്റെ ആണോ എന്നതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഈ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹം എന്തായാലും അല്പസമയത്തിനകം തന്നെ പുറത്തെടുക്കും. അതിനുശേഷമായിരിക്കും അത് ഈ പരിശോധനകളെല്ലാം നടത്തിയ ശേഷമായിരിക്കും അത് അർജുൻ തന്നെയാണോ എന്നതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക.
ഈ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തിരച്ചിലെല്ലാം തന്നെ നടത്തിയിരുന്നു. അതിൽ നിന്നും പലതരത്തിലുള്ള വണ്ടികളും കൂടാതെ എഞ്ചിനുകളും മറ്റുമെല്ലാം കണ്ടെത്തിയിരുന്നു. അതെല്ലാം അർജുൻ്റേതാണോ എന്നതിൽ പരിശോധന നടത്തിയെങ്കിലും അതെല്ലാം വിഫലമായിരുന്നു. കാരണം അതൊന്നും അർജുൻ്റെ വണ്ടിയുടേതല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതല്ല എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ ലോറി ഉടമ മനാഫ് നടത്തിയിരുന്നു. എന്നാൽ നമുക്കറിയാം ഇപ്പോൾ തിരച്ചിൽ നടത്തി ഈ മൂന്നാം ഘട്ട തിരച്ചിൽ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ലോറി ഉടമ മനാഫ് ആണെങ്കിലും കൂടാതെ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, സഹോദരി അടക്കമുള്ളവരെല്ലാം തന്നെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ശിരൂരിൽ ഉണ്ടായിരുന്നു. ഗംഗാവലി പുഴയുടെ തീരത്തു തന്നെ ഉണ്ടായിരുന്നു. ഈ പല ലോറികളും അല്ലെങ്കിൽ പല ടയറുകളും മറ്റും പൊക്കിയെടുക്കുമ്പോഴും ഇത് അർജുൻ്റേതാണോ എന്നത് കേരളക്കാരെ ഒന്നാകെ ഉറ്റുനോക്കുകയായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ വിഫലമായി, അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ അതൊന്നും അർജുൻ്റേതല്ല എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുമ്പോഴായിരുന്നു. വിനയ, ഒന്ന് തുടരുക. ശിരൂരിൽ